ലോകമാകെ കാത്തിരുന്ന തത്വമസി പൊരുളിന്റെ അർദ്ധഭൂമികയായ ശ്രീ ശബരിമലയുടെയും തിരുവിതാംകൂറിലെ ഇതര ക്ഷേത്രങ്ങളുടെയും സമഗ്ര വികസനത്തിനുതകുന്ന അഖില കേരള ആഗോള അയ്യപ്പ സംഗമത്തിന് ഈ വേദിയിൽ തിരിതെളിയുന്നു. തിരിതെളിക്കുന്നതിനായി കേരളത്തിന്റെ സമാരാധ്യനായ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ അവരുകളെയും മറ്റു വിശിഷ്ട വ്യക്തികളെയും സർവാദരങ്ങളോടെ ക്ഷണിക്കുന്നു. ചടങ്ങുകളുടെ ഔദ്യോഗിക ഉദ്ഘാടന കർമ്മത്തിലേക്ക് കടക്കുന്നു. ഇപ്പോൾ നേരത്തെ തന്ത്രി തിരികൊളുത്തിയിരുന്നു. ഇപ്പോൾ നിലവിളക്ക് കൊളുത്തി മുഖ്യമന്ത്രി, ദേവസ്വം വകുപ്പ് മന്ത്രി, ചടങ്ങിൽ പങ്കെടുക്കുന്ന മറ്റു മന്ത്രിമാരുടെയും വിശിഷ്ടാതിഥികളുടെയും സാന്നിധ്യത്തിൽ ആഗോള അയ്യപ്പ സംഗമത്തിന് തിരിതെളിയുകയാണ്. ഔദ്യോഗികമായ ഉദ്ഘാടന കർമ്മം മുഖ്യമന്ത്രിയും ദേവസ്വം വകുപ്പ് മന്ത്രിയും നിലവിളക്ക് കൊളുത്തി ഉദ്ഘാടനം ചെയ്യുന്നു. 3500-ലധികം പ്രതിനിധികളാണ് ആഗോള അയ്യപ്പ സംഗമത്തിന്റെ ഭാഗമായി ഈ വേദിയിൽ എത്തിച്ചേർന്നിരിക്കുന്നത്. ഉദ്ഘാടനത്തിന്റെ തത്സമയ ദൃശ്യങ്ങളാണ് പ്രിയപ്പെട്ട പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത്. ശബരിമലയുടെ മാസ്റ്റർ പ്ലാൻ, ശബരിമലയിലെ തിരക്ക് ക്രമീകരണം, ശബരിമലയെ ആഗോള തീർത്ഥാടന കേന്ദ്രമാക്കി മാറ്റുക തുടങ്ങിയ ഉദ്ദേശങ്ങളോടുകൂടിയാണ് 3500-ലധികം ഭക്തജനങ്ങളും പ്രതിനിധികളും VIP-കളും ഒത്തുചേർന്നിരിക്കുന്ന ആഗോള അയ്യപ്പ സംഗമത്തിന് തുടക്കമാകുന്നത്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് 1980-ൽ രൂപീകൃതമായതിൻ്റെ പ്ലാറ്റിനം ജൂബിലിയോടനുബന്ധിച്ച് നടത്തുന്ന ആഗോള അയ്യപ്പ സംഗമം സംഘടിപ്പിക്കുന്ന ദേവസ്വം ബോർഡാണെങ്കിലും എല്ലാ പിന്തുണയും സർക്കാർ നൽകുന്നുണ്ട്. NSSന്റെ പ്രതിനിധി സംഗീത് കുമാർ, SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ തുടങ്ങിയവർ ഇപ്പോൾ നിലവിളക്ക് കൊളുത്തി ഗോകുലം ഗോപാലനും രീതിയിലുണ്ട്. വിവിധ സാമുദായിക സാംസ്കാരിക സംഘടനകളുടെ നേതാക്കൾ നിലവിളക്ക് കൊളുത്തി ഉദ്ഘാടനം ചെയ്യുന്നു. അങ്ങനെ ചടങ്ങുകൾക്ക് തുടക്കമാകുന്നു. അധ്യക്ഷനായി സഹകരണ ദേവസ്വം ഉദ്ഘാടന പ്രസംഗത്തിനായി ബഹുമാനപ്പെട്ട കേരള മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ അവർകൾ വേദിയിലെത്തും.